ഹലോ ഗായ്സ്, ടെക് ആൻഡ് ഗാഡ്ജറ്റ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന പോലെ ഇതുപോലെ ഒരു സിമ്പിളായ ബ്ലൂടൂത്ത് കൺട്രോൾ കാർ എങ്ങനെ നമുക്ക് വീട്ടിൽ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കാം എന്നതാണ്. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. നമുക്ക് ഈ പ്രൊജക്റ്റ് ഉണ്ടാകാൻ ആവശ്യമുള്ളത് 2 ഗിയർ മോട്ടർ, ഒരു ആർഡുയിനോ യൂനോ, HC05 ബ്ലൂടൂത്ത് മൊഡ്യൂൾ, L293D മോട്ടോർ ഡ്രൈവർ, ഒരു കാസ്റ്റർ വീൽ, പിന്നെ ഒരു 2 വീലറിൻ്റെ ചേസസ് ആണ്. അപ്പോൾ നമുക്കിത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഈ 2 വീലറിൻ്റെ ചേസസ് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർഡ്ബോർഡ് ഉപയോഗിച്ചും ഈ പ്രൊജക്റ്റ് ചെയ്യാം. അപ്പം ഈ ഗിയർ മോട്ടറും ഈ കാസ്റ്റർ വീലും നിങ്ങൾ ഈ ചേസസിൽ ഇതുപോലെ ഫിക്സ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ട ഒരു 4 മെയിൽ ടു മെയിൽ ജമ്പർ വയർ, 4 മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയറുമാണ്. പിന്നെ ഗിയർ മോട്ടർ ഘടിപ്പിക്കാനുള്ള വീൽസ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 12 വാട്ട് അഡാപ്റ്ററിൻ്റെ മെയിൽ ആണ്. ഇത് നമുക്ക് ഓർഡിനോയിൽ പവർ നൽകാനാണ് ഈ മെയിൽ കണക്ടർ. ഇത് നമ്മളൊരു 9 വാട്ട് ബാറ്ററിയുടെ ക്യാപ്പുമായി ഘടിപ്പിക്കണം. അപ്പോൾ നമുക്ക് കൂടാതെ ഇതിന് 2 9 വാട്ട് ബാറ്ററി ഒരു ക്യാപ്പും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾ ഈ 2 ഗിയർ മോട്ടറും ഈ കാസ്റ്റർ വീലും ഇതുപോലെ ഈ ചേസസിൽ ഫിക്സ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഈ ഗിയർ മോട്ടറിൻ്റെ ഈ 4 പോയിന്റിൽ നിന്നും 4 വയറുകൾ സോൾഡർ ചെയ്ത് പുറത്തേക്ക് എടുക്കേണ്ടതാണ്. അടുത്തതായി നിങ്ങൾ ഈ ഗിയർ മോട്ടറിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ഈ ഷാഫ്റ്റിൽ നിങ്ങൾ ഈ വീൽ ഫിക്സ് ചെയ്യണം. മോട്ടറിൽ നിന്ന് ആകെ നമുക്ക് 4 ഔട്ടുകളാണ് ഉണ്ടാവുക. നിങ്ങൾ മോട്ടോർ ഡ്രൈവർ എടുക്കുക, എന്നിട്ട് അത് ഈ ചേസസിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഈ 4 വയറുകളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് 4 വയറുകളുണ്ട്. അപ്പോൾ ഇവിടെ ഈ മോട്ടർ ഔട്ട്, മോട്ടർ ഇൻ എന്ന് പറഞ്ഞ് 4 കണക്റ്റേഴ്സ് ആണുള്ളത്. ഇവിടെ മോട്ടോർ ഡ്രൈവർ മോട്ടർ ഔട്ട് എന്ന പിന്നിലാണ് നമ്മൾ ഈ മോട്ടറിൻ്റെ 4 വയർ കണക്ട് ചെയ്യേണ്ടത്. ശേഷം ഇതൊന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കി കൊടുക്കുക. അടുത്തതായി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ 4 മെയിൽ ടു മെയിൽ ജമ്പർ വയറുകൾ എടുക്കുക. അപ്പോൾ ഈ മോട്ടർ ഇൻ എന്ന പിന്നിൽ ഈ 4 മെയിൽ ടു മെയിൽ ജമ്പർ വയറുകളും കണക്ട് ചെയ്യുക. നിങ്ങൾ ഓർഡിനോ ബോർഡ് എടുക്കുക. ഓർഡിനോ ബോർഡ് എടുത്തിട്ട് ഈ ഓർഡിനോ ബോർഡ് ഈ ചേസസിലൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ നമ്മുടെ മോട്ടറിലെ ഔട്ട്പുട്ട് മോട്ടർ ഔട്ട് പിന്നെ കണക്ട് ചെയ്ത് ഈ 4 ജമ്പർ വയർ എടുക്കുക. അതായത് ഓർഡിനോ ബോർഡിലെ ഡിജിറ്റൽ പിന്നായ 0 to 30 പിൻ, അതിൽ നിങ്ങൾ 10, 11, 12, 13 എന്നീ പിന്നുകളിൽ ഈ മോട്ടർ ഔട്ട് എന്ന പിന്നിലെ വയറുകൾ കണക്ട് ചെയ്യുക. അതായത് മോട്ടർ 2 ഇൻ എന്നതിൽ നിന്ന് വരുന്ന പിന്ന് നിങ്ങൾ 10, 11ലും മോട്ടർ 1 ഇൻ എന്നതിൽ നിന്ന് വരുന്ന പിന്നെ 12, 13ലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ HC05 ബ്ലൂടൂത്ത് മൊഡ്യൂൾ എടുക്കുക. ഈ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ബ്ലൂടൂത്ത് മൊഡ്യൂളിന് 6 പിന്നുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ 6 പിന്നുകൾ ആവശ്യമില്ല. ആദ്യത്തെയും അവസാനത്തെയും പിന്നുകൾ വെച്ച് ബാക്കി 4 പിന്നുകളും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ 4 പിന്നുകളിലും നേരത്തെ എടുത്തു വെച്ച മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയറുകൾ കണക്ട് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും +5 വാട്ട് ഗ്രൗണ്ട്, പിന്നെ RX TX എന്നീ പിന്നുകൾ. അപ്പോൾ ഇതിൽ 5 വാട്ടുള്ള ഈ പിന്ന്, അതായത് 5 വാട്ടുള്ള പിന്നെ നമ്മൾ നേരെ ഓർഡിനോ ബോർഡിലെ 5 വാട്ട് കണക്ടറിൽ, അതായത് VCCയിൽ കൊടുക്കണം. അതായത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അനലോഗ് സീരീസിൽ ഇവിടെ 5 വാട്ട് എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. 2 ഗ്രൗണ്ട്, അതിന് തൊട്ട് സൈഡിൽ 5 വാട്ട്. അപ്പോൾ അവിടെ 5 വാട്ടിലും പിന്നെ അടുത്തതായി വരുന്ന പിന്നെ ഗ്രൗണ്ടുമാണ്. അപ്പോൾ ഈ ഗ്രൗണ്ട് തൊട്ടടുത്തുള്ള ഗ്രൗണ്ട് പിന്നിലും നിങ്ങൾ കണക്ട് ചെയ്യുക. ഇനി ഇതിൽ ബാക്കി 2 പിന്നുകളാണുള്ളത്, RX TX എന്നീ 2 പിന്നുകൾ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടും 5 വാട്ടും കണക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിജിറ്റൽ
സീരീസിൽ, അതായത് 01-ൽ RX TX എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിലെ TX എന്ന് പറയുന്ന പിന്ന് നമ്മൾ RX-ലേക്കും, അതായത് ഓർഡിനോ ബോർഡിലെ RX-ലേക്കും, RX എന്ന് പറയുന്ന പിന്ന് ഓർഡിനോ ബോർഡിലെ TX-ലേക്കും ആണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് ഞാനിപ്പോൾ ഇവിടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിലെ RX ഇവിടെ TX, അതായത് ഓർഡിനോ ബോർഡിലെ TX-ലേക്കും ബ്ലൂടൂത്ത് മൊഡ്യൂളിലെ TX ഓർഡിനോ ബോർഡിലെ RX-ലേക്കും കണക്ട് ചെയ്യും. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഓർഡിനോ ബോർഡിൽ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ RX TX പിന്നുകൾ പ്രത്യേകം ഡിസ്കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കാറിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓർഡിനോയിലേക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു കേബിൾ ഉണ്ടാകും, ഒരു USB കേബിൾ, അതെടുക്കുക. ശേഷം ഈ USB OTG കണക്ട് ചെയ്യുക. മറ്റേ പിന്നെ ഓർഡിനോ ബോർഡിലെ ഈ കണക്ടറിലും കണക്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RX TX പിന്നുകൾ നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കുക. ശേഷം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഓർഡിനോ എന്ന് ടൈപ്പ് ചെയ്യുക. ഓർഡിനോ എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന ഓർഡിനോ ID ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ലിങ്കിൽ കയറി നിങ്ങൾ ഈ പ്രോഗ്രാം ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ആക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മാരേജ് ആപ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ആപ്സ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം അതെടുക്കുക. എന്നിട്ട് ഈ ഓർഡിനോൻ്റെ ഈ ആപ്ലിക്കേഷൻ എടുത്തിട്ട് പെർമിഷൻസിൽ പോവുക. അപ്പോൾ പെർമിഷൻസിൽ ഇവിടെ സ്റ്റോറേജ് പെർമിഷൻ ഒന്ന് ഡിസേബിൾ ആണെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ സൈഡിലെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്കെച്ച് എന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും ഓപ്പൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും ഫ്രണ്ട് ഡിവൈസ് എന്നത് സെലക്ട് ചെയ്യുക. ഇനി ജസ്റ്റ് മുകളിലെ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ബാക്ക് പോവുക. ബാക്ക് പോയാൽ നിങ്ങൾക്ക് നമ്മുടെ ഫയൽ മാനേജർ, അതായത് ഇൻ്റർണൽ സ്റ്റോറേജിൽ എത്താം. അവിടെ ഡൗൺലോഡ്സിൽ നിന്നും ഈ കാർ INO എന്നത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ OTG, അതായത് നിങ്ങളുടെ USB കണക്ടർ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്യുക. ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓർഡിനോ ബോർഡിൽ നിന്നും ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്നും ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ ബോർഡ് ടൈപ്പ് എന്നതിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും അടിയിൽ ഓർഡിനോ, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ബോർഡ് ഇതുപോലെ പ്രോഗ്രാം ചെയ്യാം. നിങ്ങൾ ഏത് ബോർഡ് വേണമെങ്കിലും ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ ഓർഡിനോ യൂനോ ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് യൂനോ എന്നത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ കമ്പൈലിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കമ്പൈലിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കും കമ്പൈൽ ആവുന്നുണ്ട്. കമ്പൈലിംഗ് സ്റ്റാർട്ടഡ് ഒരു 2 സെക്കൻഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ കമ്പൈലിംഗ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ തൊട്ടടുത്ത ഓപ്ഷൻ, അതായത് കമ്പൈലിൻ്റെ തൊട്ടടുത്ത അപ്ലോഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ലോഡിങ് ഫിനിഷ്. ഇവിടെ പ്രോഗ്രാം ലോഡിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഈ വയറുകളൊക്കെ, അതായത് USB കണക്ടർ ഡിസ്കണക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ഊരി വെച്ച ഈ RX TX പിന്നുകൾ ഇതിൽ കണക്ട് ചെയ്യുക. അതായത് ബ്ലൂടൂത്ത് മോഡ്യൂളിലെ RX TX-ലേക്കും TX RX-ലേക്കും. ഇനി നമ്മൾ ഇതിന് പവർ കൊടുക്കണം. പവർ കൊടുക്കാൻ നിങ്ങൾ ഒരു 5 വാട്ട് ഒരു 9 വാട്ട് ബാറ്ററിയുടെ അഡാപ്റ്റർ എടുക്കുക. അതിലെ ചുവന്ന വയർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോട്ടോർ ഡ്രൈവറിലെ പ്ലസ്സിലും, കറുപ്പ് വയർ മോട്ടോർ ഡ്രൈവറിലെ നെഗറ്റീവ് കണക്ട് ചെയ്ത് ഒന്ന് സ്ക്രൂ ചെയ്ത് ഒന്ന് ടൈറ്റായി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ 12 വാട്ട് അഡാപ്റ്ററിൻ്റെ കണക്ടർ ഓർഡിനോ ബോർഡിൽ കണക്ട് ചെയ്യണം. ശേഷം നിങ്ങൾ 2 9 വാട്ട് ബാറ്ററി എടുക്കുക. അത് ഒന്ന് ഈ ചേസസിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ബാറ്ററിയിലേക്ക് നമ്മുടെ ഓർഡിനോയിൽ നിന്നുള്ള ഈ പിന്ന്, ഒരു ബാറ്ററിയിലേക്ക് ഓർഡിനോയിൽ നിന്നുള്ള ഈ പിന്നും മറ്റേ ബാറ്ററിയിലേക്ക് നമ്മുടെ മോട്ടോർ ഡ്രൈവറിൽ നിന്നുള്ള പിന്നും, മോട്ടോറിന് പവർ കൊടുക്കാൻ വേണ്ടി മോട്ടോർ ഡ്രൈവറിൽ നിന്നുള്ള പിന്നും നമ്മൾ കണക്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ ഫിനിഷായി. ഇനി നമ്മൾ ഈ കാർ ഓടിക്കണമെങ്കിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബ്ലൂടൂത്ത് RC കൺട്രോൾ എന്ന് ടൈപ്പ് ചെയ്താൽ
ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്ന ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ ഞാൻ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അവിടെ നിന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന മുമ്പേ സെറ്റിങ്സിൽ ഒന്ന് പോവുക, ബ്ലൂടൂത്ത് എടുക്കുക. അപ്പോൾ നിങ്ങൾ ബ്ലൂടൂത്ത് ഒന്ന് ഓപ്പൺ ആക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഒരു പുതിയൊരു മൊഡ്യൂൾ വന്നതിന് HC05, അതായത് നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ. അപ്പോൾ ഇവിടെ ഡിവൈസ് പെയർ ചെയ്യാൻ അതിൻ്റെ പാസ്വേഡ് ചോദിക്കും. 1234 എന്നാണ് പാസ്വേഡ്. എല്ലാ HC05 പാസ്വേഡ് 1234 എന്നാണ്. അപ്പോൾ അതൊന്ന് ടൈപ്പ് ചെയ്ത് കണക്ട് ചെയ്താൽ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ എങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ ഈ സെറ്റിങ്സിൻ്റെ ഐക്കനെ ക്ലിക്ക് ചെയ്ത് കണക്ട് ടു കാർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു പെയറായ നമ്മുടെ എല്ലാ പെയറായ ഡിവൈസും ഇവിടെ കാണിക്കും. ഇവിടെ HC05 കാണിക്കുന്നുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ചുവന്ന LED ആയിരുന്നു കത്തിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ അത് ഗ്രീൻ ആയി, അതായത് ഇത് ബ്ലൂടൂത്ത് മൊഡ്യൂളുമായി കണക്റ്റ് ആയി എന്നാണ്. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫോർവേഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോർവേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ഉടനെ നമ്മുടെ കാറ് മുന്നോട്ട് പോയി. ഇതാ റിവേഴ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കാറ് റിവേഴ്സ് വരുന്നു. ഇനി റൈറ്റ് ലെഫ്റ്റ് ഇതൊക്കെ ക്ലിക്ക് ചെയ്താൽ റൈറ്റ് ലെഫ്റ്റ് പോകുന്നു. ഈ കാറിനെ നിലത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഈസിയായിട്ട് നിങ്ങൾ എങ്ങനെ ഒരു കാർ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ കാർ അടിപൊളി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത് 4 വീലറിലാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കാസ്റ്റർ വീലിന് പകരം 2 മോട്ടർ കൂടി അവിടെ ഒന്ന് ഗ്ലൂ ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത മോട്ടറിൽ നിന്ന് 2 പിന്ന്, ഒരു മോട്ടറിൽ നിന്ന് 2 പിന്ന്, മറ്റേ മോട്ടറിൽ നിന്ന് 2 പിന്ന്, അങ്ങനെ 4 വയർ എടുത്ത് മറ്റേ മോട്ടറിലേക്ക് കണക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ബാറ്ററി ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.